തളിപ്പറമ്പ് സംസ്ഥാന പാതയിലെ പ്രധാന ബസ് സ്റ്റാൻഡായ ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് അപകടക്കെണിയാവുന്നു. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നതും യാത്രക്കാർ ബസ്സുകൾ കാത്തുനിൽക്കുന്നിടത്താണ് 2 സ്ലാബുകൾ പൊട്ടി ഉയർന്നു നിൽക്കുന്നത്. പൊട്ടിയ ഒരു സ്ലാബ് ഓവുചാലിലേക്ക് താഴ്ന്നിറങ്ങിയതിനാൽ വലിയ വിടവും ഉണ്ട്. ഇരിക്കൂർ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നവരും പുറത്തേക്ക് പോകുന്നവരുമാണ് അബദ്ധത്തിൽ സ്ലാബിനുള്ളിൽ തടഞ്ഞു വീഴുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, കനറ ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, മൃഗാശുപത്രി, പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, അക്ഷയ കേന്ദ്രം, റേഷൻ കട, നൂരിയ പള്ളി മദ്രസ, ആധാരമെഴുത്ത് ഓഫീസുകൾ, കമാലിയ UP ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, പട്ടുവം വാണിവിലാസം സ്കൂൾ, സ്വകാര്യ ആശുപത്രികളടക്കമുള്ള 100-ലധികം സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നാട്ടുകാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ഭരണാധികാരികൾ, തൊഴിലാളികൾ, വ്യാപാരികൾ ഇതുവഴി രാപ്പകൽ ഭേദമില്ലാതെ പോകുന്ന വഴിയാണിത്. കാൽനടയാത്രക്കാരാണ് അപകടത്തിൽ പെടുന്നത്. തിരക്കിൽ പോകുന്നവർ ശ്രദ്ധിക്കാതെ കുഴിയിൽ വീഴുന്നു. പൊട്ടിയ സ്ലാബ് മാറ്റി കൃത്യമായി ഇട്ടാൽ അപകടം ഒഴിവാകുന്നതേ ഉള്ളൂ. അപകടാവസ്ഥ സൂചിപ്പിക്കാൻ ഇവിടെ സിഗ്നലോ ബോർഡുകളോ തന്നെ സ്ഥാപിച്ചിട്ടുമില്ല. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഞാൻ ഇരിക്കൂർ ബസ് സ്റ്റാൻഡിലെ ബസ് വിളിച്ച് പറയുന്ന ഒരാളാണ്. കൃഷ്ണൻ എന്നാണ് പേര്. ഈയിടെ ഈ ബസ്സിന്റെ കവാടത്തിൽ കയറുന്ന ഭാഗം ഒരു സ്ലാബ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ ഓവുചാലിലേക്ക് വീണിട്ടുള്ളത്. അത് മിക്കവാറും പെട്ടെന്ന് യാത്രക്കാർ കടന്നു വരുമ്പോൾ ആളെ ഇതിനുള്ളിൽ കാല് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ബസ്സുകൾക്കും മറ്റൊരു ചെറിയ വണ്ടികൾക്കും പ്രയാസമാണ്. പിന്നെ അതിന് വന്ന് വീണ് ടയർ വീണ് വീണേ നമ്മൾ ഇത്ര ആളും എടുത്ത് വണ്ടി പൊക്കി വെച്ച് അപ്പുറം വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ലാബ് ഇപ്പം ആകെ അപകടാവസ്ഥയിലാണ് ഉള്ളത്. അതിപ്പോൾ ആരാണ് അതിൻ്റെ പഞ്ചായത്തിൻ്റെ ആരെങ്കിലും വന്നിട്ട് അത് ശരിയാക്കിയില്ലെങ്കിൽ ആളെ കാല് പൊട്ടാനും സാധ്യതയുണ്ട്. ആളെ വീണ് ആൾ ബാക്കി ജീവൻ തന്നെ പോകുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. അപകടാവസ്ഥയിലാണ് ഉള്ളത്. അടിയന്തരമായിട്ട് എന്തും ആ സ്ലാബിന്റെ ഒരു ആൾ വന്നിട്ട് അതിന്റെ ആൾ വന്നിട്ട് ഒന്ന് ശരിയാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പോ ആരതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അവരൊന്നും ചെയ്യണം.